തങ്ങളുടെ രാജ്യത്തേക്ക് പെരുച്ചാഴികളെ പോലെ ഇരുട്ടിന്റെ മറവിൽ നുഴഞ്ഞു കയറി തങ്ങളുടെ പൗരന്മാരുടെ വിലപ്പെട്ട ജീവനുകൾക്ക് വില പറഞ്ഞ ഹമാസിന്റെ ഭീകരതയെയും ചോരക്കൊതിയെയും ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഇസ്രായേൽ നടത്തുന്ന പ്രയത്നങ്ങൾ 10 മാസങ്ങളോളം ഇപ്പോൾ പിന്നിടുകയാണ്. നിരപരാധികളായ പലസ്തീനികളെ മനുഷ്യക്കവചമാക്കി ഇസ്രായേലിനെ ആക്രമിച്ചാണ് ഹമാസ് തിരിച്ചടികൾ വാങ്ങിക്കൂട്ടുന്നതെന്ന് അറിയാമെങ്കിലും അവർ ഉയർത്തുന്ന ഇരവാദ കരച്ചിലിനൊപ്പം ഇസ്രായേലിനെതിരെ കോറസ് പാടാൻ അണിനിരക്കുകയും പിന്നെ ഒരു കാര്യവുമില്ലാതെ ഇസ്രായേലിനെ ചൊറിയാൻ ഹമാസിനൊപ്പം കക്ഷി ചേരുകയും ചെയ്തത് ഇറാനും ഹിസ്ബുള്ളയും ഹൂതികളും ഒക്കെയായിരുന്നു. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ പലവട്ടം ഇവരെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ചെത്തുമെന്നും ചേത്തുമെന്നും ഉടയ്ക്കുമെന്നും എല്ലാം ഒരുപാട് വായിട്ട് അലച്ചു എങ്കിലും ആയുധമെടുത്ത് ഇസ്രായേലിൻ്റെ നേരെ ഒന്ന് ഓങ്ങുന്നതിന് മുൻപ് അവയെല്ലാം ഇസ്രായേൽ എന്ന ആർക്കും പൊക്കാനാകാത്ത പാറയിൽ തട്ടി ഛിന്നഭിന്നമാകുന്ന കാഴ്ചകളാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ച ചില രാജ്യത്തലവന്മാരുടെ പൊടി പോലും ഭൂമിക്ക് മുകളിൽ കാണാനാകാത്ത പരുവത്തിൽ ഇസ്രായേൽ എന്താണെന്നും അവരുടെ ശക്തിയുടെ ആഴവും പരപ്പും എന്താണെന്നുമൊക്കെ പലരും ഇതിനോടകം അനുഭവിച്ച് അറിഞ്ഞ് കഴിഞ്ഞതാണ്. ഇറാനും ഹിസ്ബുള്ളയും ഒക്കെ അവർ അർഹിക്കുന്നതിനപ്പുറത്ത് കൈനീട്ടി മേടിക്കുകയും ചെയ്തു. എന്നാൽ തങ്ങളെ കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നതുകൊണ്ട് ഇസ്രായേലിന് തങ്ങളെ പേടിയാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്നത് യമനിലെ ഹൂതികളായിരുന്നു. അതുകൊണ്ടാണ് അവർ കൊത്തി ഒടുവിൽ ടെല്ലവീവിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തുകയും ഒരു ജീവന് വില പറയാനുള്ള അവിവേകം കാട്ടുകയും ചെയ്തത്. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായ ഒരു രാത്രി ഇരുണ്ട് വെളുക്കുന്നതിന് മുൻപ് ഹൂതി ഭീകരർ കൈയടക്കി വെച്ചിരുന്ന യമന്റെ പരമാധികാര നിയന്ത്രണ മേഖലയ്ക്കകത്ത് കയറി കൃത്യമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഹൂതികളുടെ ചൊറിച്ചിലിന് ഇസ്രായേൽ ശമനം വരുത്തിയിരിക്കുകയാണ്. ഇസ്രായേലിൽ നിന്നും 2200 കിലോമീറ്റർ അകലെയുള്ള യമനിലെ ഹൊദൈദയിലേക്ക് പറന്നെത്തിയ ഇസ്രായേലിൻ്റെ പോർവിമാനങ്ങൾ ഹൂതികളുടെ എണ്ണ സംഭരണശാലകളും തുറമുഖവും പവർ സ്റ്റേഷനും അടക്കം കണ്ണിൽ കണ്ടത് എല്ലാം തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. വൈദ്യുതി സ്റ്റേഷൻ തകർത്തതിനാൽ കടുത്ത അന്ധകാരത്തിലും എണ്ണ സംഭരണശാലകൾ തകർത്തതിനാൽ ഇപ്പോഴും കെടുത്താനാകാത്ത പരുവത്തിൽ വാനോളം ഉയരത്തിൽ ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലും ആയിരിക്കുകയാണ് ഹൂതികളുടെ താവളങ്ങൾ. മാസങ്ങളായി ഒരു കാരണവുമില്ലാതെ തങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഹൂതികൾക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഇതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. മതവെറി മൂത്ത് തങ്ങളെ ചൊറിയാൻ വരുന്ന ചില മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങൾക്കുള്ള കൃത്യമായ താക്കീത് കൂടിയാണ് ഹൂതികൾക്ക് ഇപ്പോൾ കിട്ടി ബോധിച്ചിരിക്കുന്ന ഈ പണി. ചില പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ മുന്നറിയിപ്പൊന്നുമില്ലാതെയല്ല, പേടിത്തൊണ്ടന്മാരെ പോലെയല്ല ആക്രമണവുമായി ഇസ്രായേൽ യമനിലേക്ക് ചെന്നത്. യുദ്ധവിമാനങ്ങളും ഇന്ധന ടാങ്കുകളും ചാരവിമാനങ്ങളും ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് യമനിലേക്ക് പോകുന്നതിൻ്റെ കൃത്യമായ വിഷലുകൾ പുറത്തുവിട്ട് ഹൂതികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നു. പക്ഷേ അതുവരെ എല്ലാ സാഹസത്തിനും ഇസ്രായേലിൻ്റെ ഒപ്പം നിന്ന അമേരിക്കൻ പട്ടാളം പോലും വിവരം അറിഞ്ഞത് ഹൂതി പാളയത്തിലെ പുക കണ്ടപ്പോഴാണെന്നാണ് ചിലരെല്ലാം അടക്കം പറയുന്നത്. യമനിലെ ഷിയ സെയ്തി ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹൂതികൾ ഒക്ടോബർ പകുതിക്ക് മുൻപ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ വന്നിരുന്നില്ല. എന്നാൽ ഹമാസിനൊപ്പം ഹിസ്ബുള്ളയും മറ്റ് ഇറാനിയൻ കക്ഷികളും നിരന്നപ്പോഴാണ് ഹൂത്തികളും തിരിച്ചടി ഓർക്കാതെ രംഗത്ത് വന്നത്. ഏതായാലും മാനത്തുകൂടെ പോയ അടി ഏടി വെച്ച് കയറി മേടിച്ചു കെട്ടിയ അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ. ഒപ്പം മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെതിരെ അസഹിഷ്ണുത പുലർത്തുന്ന ചില രാജ്യങ്ങൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഇത്.